ഉണ്ടാക്കുന്നതാണ് സാധാരണ ഉഴുന്ന് ദോശ. എപ്പോഴും ഉഴുന്ന് ദോശ തന്നെ ആക്കാതെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയൊക്കെ കൂടെ മുറിച്ചിട്ട് നല്ല രസത്തിൽ ഊത്തപ്പം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നല്ല ചട്നിയാണ് അതിന് കോമ്പിനേഷൻ. ഒരു ചട്നിയും കൂട്ടി ഊത്തപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ഇടുമ്പം ശരിക്കും അതിനൊരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ വീഡിയോ ആണിന്ന്. അത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവ് വെച്ചിട്ടും ഉണ്ടാക്കാം. പിന്നെ ഉഴുന്ന് ദോശയൊക്കെ അരക്കുമ്പം ഇത്തിരി ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അരച്ചാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാവും ഊത്തപ്പത്തിന്. അപ്പോൾ ആ ഊത്തപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഊത്തപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ട് അരി പുതിർക്കുകയാണ്. ആദ്യം 3 കപ്പ് അരിയാണ് ഇട്ടത്. ഇതിലേക്ക് 1 കപ്പ് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കുമ്പോൾ നമ്മൾ 2 കപ്പ് ചോറും കൂടെ ചേർത്തിട്ടാണ് അരക്കുക. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് ഒരു 2-3 മണിക്കൂർ കുതിർത്തിടുക. അതിന് ശേഷം നമ്മളിത് അരക്കാൻ എടുക്കുകയാണ്. രണ്ടാമത്തെ ജാർ അരച്ചെടുക്കുകയാണ്. ചോറും കൂടെ കൂട്ടിയിട്ടാണ് അരക്കുന്നത്. ശ്രദ്ധിക്കണം, 2 കപ്പ് ചോറും കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റ് ഇടുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം പേസ്റ്റായി അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. നല്ലവണ്ണം കൈവച്ച് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. പിറ്റേന്ന് രാവിലത്തേക്കാണിത്. അപ്പം പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുറിച്ച് റെഡിയാക്കി വെക്കുക ഇത് ചുടുന്നതിന് മുമ്പ്. അപ്പം നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് പരത്തണ്ട, കുറച്ച് പരത്തിയാൽ മതി. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി ആ ഒരു പാത്രം വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. ഒരുപാട് നേർമയായി പരത്തണ്ട, ഊത്തപ്പം നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ, ക്യാരറ്റ്, തക്കാളി, ഉള്ളി, മല്ലിയില ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും ക്യാരറ്റ് ഇട്ട് അങ്ങനെ കാണാറില്ല. ക്യാരറ്റും കൂടെ ഇട്ട് നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ക്യാരറ്റൊക്കെ വെറുതെ തിന്നാത്ത മക്കളാണെങ്കിൽ ദോശനകത്ത് ഇട്ട് കൊടുത്താൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നമ്മൾ ആദ്യം ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ എല്ലാവരുടെയും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും ഒരേപോലെ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ഇട്ട് നല്ലവണ്ണം സിം ഫ്ലെയിമിൽ വെക്കണം. അത് ശ്രദ്ധിക്കുക, അടി കരിഞ്ഞു പോകാൻ പാടില്ല. സിം ഫ്ലെയിമിൽ വെച്ച് മേലെ ഭാഗം വേവുന്നത് വരെ ഒന്ന് വെക്കുക സിം ഫ്ലെയിമിൽ. അപ്പോൾ മേലെ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളിത് മറിച്ചിടുകയാണ് വേണ്ടത്. ഒന്ന് മറിച്ചിടുമ്പോഴാണ് ആ ഉള്ളിയെല്ലാം വെന്ത് മണം ഇങ്ങനെ ആ ഒരു സ്മെല്ല്, ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരിക. ആ ഒരു സ്മെല്ല് തന്നെ നല്ല രസമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ അപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമ്മളിത് മറിച്ചിടണം. ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, വേഗം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് ഒന്ന് മറിച്ചിടാണ്. നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. അടിഭാഗവും നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം വെക്കണ്ട, ഉള്ളി വേഗം കരിഞ്ഞു പോവും. മേലത്തെ ഭാഗമെല്ലാം നല്ലോണം വെന്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഊത്തപ്പം ഇങ്ങോട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഊത്തപ്പം ഇവിടെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ മാവ് ഒഴിച്ച് ഇത്തിരി ഒന്ന് പരത്തുക. അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാരറ്റും ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നേരത്തെ പോലെ തന്നെ സിം ഫ്ലെയിമിൽ വെച്ച് മേലത്തെ ഭാഗമൊക്കെ വേവുന്നത് വരെ വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കേണ്ടതുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. നെയ്യോ വെളിച്ചെണ്ണയോ എന്തെണ്ണയായാലും കുറച്ച് മേലെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ മേലെയും അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിതുപോലെ ആക്കി കൊടുക്കാം. ഇത് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. മേലെ ഭാഗമൊക്കെ ഡ്രൈ ആയി. ഇനി നമ്മൾ ഇത് മറിച്ചിടണം. അപ്പോൾ അതവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചട്നിയുടെ പണി നോക്കാം. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ജാറ്, അതിലേക്ക് കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെയാണ്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരിമുളക്, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമുക്കിത് നല്ല കുറച്ച് ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല എണ്ണ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അരച്ച് നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ചൂടാക്കൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ വറവിടാണ് ചെയ്യുന്നത്. അതിന് ഒരു ചെറിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുവാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമ്മളിതിലേക്ക് ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തത്, കറിവേപ്പില. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേ വേണ്ടു. അപ്പോൾ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ചട്നി ഒഴിക്കാനാണ് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ചട്നിയും കൂടെ അതിലേക്ക് ഒഴിക്കുന്നു. നല്ല കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പമാണ് ഉള്ളീൻ്റെയും ആ ഒരു തക്കാളി, ക്യാരറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ ഞാൻ ക്യാരറ്റ് ഇടാറില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല കട്ടി, നല്ല ഉള്ളിൽ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.